അലീനെ എങ്ങനെയെങ്കിലും അവിടുന്ന് ആട്ടിപ്പായിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് വൈജി അങ്ങോട്ടേക്ക് വന്നത്. ആങ്ങളമാരെല്ലാവരും കൂടി വൈജയെ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ മനസ്സുള്ള വൈജ നെടുമ്പ്രക്കിലേക്ക് വീണ്ടും വരുന്നത്. അലീന ഒന്നുകിൽ മരിക്കണം, അല്ലെങ്കിൽ അവളെ അവിടുന്ന് പുറത്താക്കണം, എങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞ വാശിക്ക് ഇരിക്കുകയായിരുന്നു വൈജ. എന്നാൽ സഹോദരന്മാരുടെ നിർബന്ധപ്രകാരം വൈജയ്ക്ക് പിന്നെ വേറെ വഴിയില്ലാതെ അവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുകയാണ്. താൻ അലീനയുടെ മുമ്പിൽ കൂടി തോറ്റുപോയെന്ന് വൈജയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നതിലും 100 ഇരട്ടി നമ്മുടെ അലീനയുടെ ശത്രുതയിലാണിപ്പോൾ വൈജ. അത് മാത്രമല്ല, തൻ്റെ ഭർത്താവായ ബാലചന്ദ്രൻ ഇപ്പോൾ തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. അതും വലിയൊരു വിഷമമാണ് വൈജയ്ക്ക്. അങ്ങനെ വൈജ വീട്ടിലേക്ക് വന്ന് അവളുടെ മുറിയിലേക്ക് കയറുന്നുണ്ട്. മുറിയിലേക്ക് കയറിയ പാടെ തന്നെ അവൾ മാനസികമായി തകർന്നിരിക്കുകയാണല്ലോ. അങ്ങോട്ടേക്ക് ബബിത വരുന്നുണ്ട്, അമ്മയെന്ന് വിളിച്ചുകൊണ്ട്. വേണ്ട, ഒന്നും പറയണ്ട. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഇപ്പോൾ ഓൾറൗണ്ടർ മൊത്തം അവളല്ലേ, എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അവളല്ലേ. നിനക്ക് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് അച്ഛനെ കൺവിൻസ് ചെയ്യാൻ മേലായിരുന്നോ? അമ്മേ, ഞാൻ പറയാനിട്ടാണോ? പറയാൻ പോയാൽ എൻ്റെ മെക്കിട്ട് കയറുക. ഇപ്പം അലീനാന്നോ അവളെന്നോ ഒന്നും വിളിക്കാൻ പാടില്ല. അലീന ചേച്ചി അങ്ങനെ വിളിക്കണമെന്നാ അച്ഛൻ്റെ നിബന്ധന. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാനാവുമേ? ഞാൻ എന്ത് ചെയ്യാനാ? ഞാനും മടുത്തു. എനിക്ക് അവളെ കാണുന്ന പോലും കലിയാ. അതുകൊണ്ട് അതിൻ്റെ കൂടെയാ ഇതും കൂടി. വേറെ വീടെടുത്ത് മാറുന്ന കാര്യമൊക്കെ ഞാനിവിടെ പറയാതിരിക്കുകയായിരുന്നു. പക്ഷെ മനുവേട്ടനാ വന്ന് ഇവിടെ അവതരിപ്പിച്ചത്. ഒന്നും പറയാതെ രഹസ്യമായിട്ട് ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോവാന്നാ ഞാൻ കരുതിയത്. പക്ഷേ എല്ലാം അവസാനിച്ചു. ഇനിയും അവളുടെ ഭരണത്തിൽ തന്നെ തുടരണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ വഴി ചോദിക്കാണ്, ഈ അലീന നിന്റെ അച്ഛൻ്റെ മകളാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് പക്ഷേ മനുവേട്ടൻ പറഞ്ഞത്. എന്തു പറഞ്ഞു? അല്ല, മനുവേട്ടനും അതുപോലെ അങ്കിൾമാരും 3 പേരും അതുതന്നെ വിശ്വസിക്കുന്നുണ്ട്. കൃഷ്ണയെ വിശ്വസിക്കുക. പിന്നെ നമ്മൾ എന്താ അമ്മേ ചെയ്യുക? അച്ഛൻ്റെ മകളല്ലെങ്കിൽ പിന്നെ അവൾ ആരാ? ബബിതേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരിക്കലും ബാലന് അങ്ങനൊരു മകളില്ല. അതെനിക്ക് 100% ഉറപ്പാ. ഞാനറിയാത്ത ഒരു രഹസ്യവും ബാലൻ്റെ ജീവിതത്തിലില്ല. അതമ്മയ്ക്ക് ഉറപ്പാണോ? അതെ, എനിക്ക് ഉറപ്പുണ്ട്. അതെന്താ അമ്മയ്ക്ക് അത്ര ഉറപ്പ്? അത് പിന്നെ ഞങ്ങൾ കാണാതിരുന്ന 2 വർഷം മാത്രമേ ഉള്ളൂ. ഞാൻ ആഗ്രയിലേക്ക് പോയ സമയം, ആ സമയം ബാലചന്ദ്രൻ ഗൾഫിലുമായിരുന്നു. അപ്പോൾ അയാൾ അങ്ങനെ ഒരു പെണ്ണിനെ പ്രേമിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. ആഗ്ര വെച്ച് അമ്മ ഒരാളുടെ റിലേഷൻഷിപ്പിലായിരുന്നുള്ള കാര്യം അമ്മ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോഴേക്കും വൈജി ഞെട്ടുതിരിച്ച് അവളെ നോക്കുന്നുണ്ട്. അല്ല, ആ കാര്യം നിന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. അമ്മ ഒരാളുടെ പ്രണയത്തിലായിരുന്നുള്ള കാര്യമെല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു. ആ കാര്യം ഇതുവരെ അച്ഛൻ അറിയില്ലല്ലോ. അറിയോ? ഇല്ല. കണ്ടോ, ഇത്രയും വർഷമായിട്ട് 23 വർഷമായിട്ട് ആ കാര്യം അച്ഛൻ അറിയില്ല. പിന്നെ അച്ഛനൊരു റിലേഷനുള്ള കാര്യം അമ്മ അറിയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. അതോടുകൂടി വൈജയുടെ വായടച്ച് പോവാണ്. അല്ല, നിന്നോട് ആരെയും കഥയൊക്കെ പറഞ്ഞത്? അത് പിന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോയില്ലേ, രഞ്ജുവിൻ്റെ വീട്ടിലെ. ആ സമയത്ത് അവിടെ വെച്ച് അങ്കിൾമാരൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേട്ടതാ. അമ്മയുടെ ആഗ്രഹം വെച്ചുള്ള ഏതോ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ ബാലനറിഞ്ഞാൽ പ്രശ്നമാണെന്നോ എന്തൊക്കെയോ അവർ പറയുന്നത് കേട്ടു. ഇത്രമാത്രം ഞാൻ കേട്ടുള്ളൂ. അവരങ്ങനെ പറഞ്ഞു. അതിനെപ്പറ്റി ചർച്ച ചെയ്ത് കേട്ടു. വേറൊന്നും അറിയില്ല. അത് എന്നോട് ഇങ്ങോട്ടൊന്ന് പ്രപ്പോസ് ചെയ്ത ഒരാളാ. പക്ഷേ വേറെ മതമായതുകൊണ്ട് വീട്ടിൽ സമ്മതിച്ചില്ല. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോഴായിരുന്നല്ലോ നിൻ്റെയൊക്കെ അച്ഛൻ്റെ ആലോചന. അതോടുകൂടി എൻ്റെ ജീവിതം തകർന്നു. എന്ത് തകർന്നുന്നാ അമ്മ ഈ പറയുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അമ്മയ്ക്ക് ഇതിലും വലിയ സൗഭാഗ്യം എവിടെ കിട്ടാനാ? ഇത്രയും വലിയ വീട്, സ്നേഹമുള്ള അച്ഛൻ, മക്കള്, ജോലി എല്ലാം ഇല്ലേ? അമ്മയ്ക്ക് എന്തിൻ്റെ കുറവാ? അതെ, നല്ല കുറവുണ്ട്. 10-21 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങേറെതാന്നും പറഞ്ഞ് ഒരു കൊച്ചിങ്ങോട്ടേക്ക് കയറി വന്നല്ലോ. ഇതിലും വലിയ സൗഭാഗ്യം എനിക്ക് എന്താടി വേണ്ടത്? നീ ആലോചിച്ച് നോക്കി. നീ ഒരുത്തനെ കല്യാണം കഴിച്ച് കുറച്ച് വർഷം കഴിയുമ്പം അവൻ അവിഹിതത്തിലുള്ളൊരു പെങ്കൊച്ച് കയറി വന്നാലേ നിനക്കത് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കാണ്. ബബിത അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അതേ അവസ്ഥയാ എൻ്റെയും. ഞാനിപ്പോൾ അനുഭവിക്കുന്നത് പറഞ്ഞാലേ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, ആ അലീനയാണോ ഇപ്പം എല്ലാ കാര്യങ്ങളും നോക്കുന്നത്? അതെ, ഇവിടുത്തെ എല്ലാ കാര്യവും ഇപ്പം അവളാ. അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്, കൃഷ്ണയെ സ്കൂളിലേക്ക് ആക്കുന്നത്, ഈ രോഹിത്തേൻ്റെ കാര്യം നോക്കുന്നത്, അതുപോലെ വീട് ക്ലീനിങ്, കുക്കിങ്, കറണ്ട് ബില്ല്, എല്ലാ കാര്യം അവളുടെ തലയിലാണ്. എല്ലാം അവളുടെ തലയിലാണെന്നാണ് അവളുടെ വിചാരവും. രോഹിത്തിനെ പുറത്തിറക്കാനും ബാക്കി എല്ലാ കാര്യത്തിനും അവളാ പോണത്. എന്തിന്? അച്ഛൻ അറ്റാക്ക് വന്ന് വീണപ്പോൾ പോലും അവൾ എന്നെപ്പോലും അറിയിച്ചില്ലമ്മേ. ആംബുലൻസ് വിളിച്ചു കയറ്റി അപ്പം തന്നെ കൊണ്ടുപോയി. കൃഷ്ണയും കൊണ്ടുപോയില്ല. എന്നിട്ട് അവൾ ബാഗ് നോക്കി അങ്ങ് ഇറങ്ങും. എന്തോ വലിയ സംഭവമാണെന്നാണ് അവളുടെ വിചാരം. അഹങ്കാരി എന്നൊക്കെ പറയാണ്.
എന്തായാലും ഞാനൊരു ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവളെ പുറത്ത് ചാടിക്കണം. അതിന് എനിക്കിതിൻ്റെ ഹെൽപ്പ് വേണം. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ആ മാരണം ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി. മനുവേട്ടൻ വന്നതിനെ കുറേ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അവൾ പറഞ്ഞിട്ടായിരിക്കും. മനുവേട്ടനെ അവളോട് ചെറിയൊരു കണ്ണുണ്ട്. പക്ഷേ അത് എൻ്റെ അടുത്ത് നടക്കില്ല. അവളെ സ്നേഹിക്കണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അവളെ ചേച്ചിയെപ്പോലെ കാണണമെന്നൊക്കെയാണ് മനുവേട്ടൻ പറഞ്ഞത്. അവന് പണ്ടേ ഒരു കണ്ണുണ്ട് അവളുടെ മേലെ. അതാ അവനാണല്ലോ സ്നേഹനികേതത്തിൽ നിന്ന് പോയി അവളെ കൊണ്ടുവന്നത്. പ്ലാനും പദ്ധതികളെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നയത്തിൽ നിൽക്കണം. എങ്ങനെയെങ്കിലും നിന്ന് അവളെ നമുക്കിവിടുന്ന് ചാടിക്കണം. അല്ല, രോഹിത് അങ്ങനെ ഇപ്പം അവളോട് ഭയങ്കര കാര്യമാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ലമ്മേ. രോഹിത്തേട്ടൻ വന്നതിന് ശേഷം അവളാ കൂടുതൽ സമയം ആ മുറിയിൽ. എപ്പോഴും രോഹിത്തേട്ടൻ്റെ മൂട്ടിൽ തന്നെയാണ്. അവിടെ നിന്ന് മാറില്ല. നമ്മളാരെങ്കിലും ചെന്നാലോ നിങ്ങൾ പോയിരുന്ന് പഠിച്ചോ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് രോഹിത്തേട്ടൻ്റെ കീഴിൽ നിന്ന് മാറില്ല. രോഹിത്തേട്ടനെയും കൂടെ അവളുടെ വശത്താക്കാനുള്ള പരിപാടിയാണ്. പനി വന്നപ്പോൾ എന്നിട്ട് തുടച്ചു കൊടുക്കുന്നു. എന്തൊരു സ്നേഹപ്രകടനമാ. എന്നിട്ട് ഡോക്ടർ വന്നപ്പോഴും അവൾ അതിനകത്ത്. കൃഷ്ണമോളെ പോലും അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല. കൃഷ്ണ ചെല്ലുമ്പോഴും നീ അതെടുത്തോണ്ട് വാ ഇതെടുത്തോണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അവളെ ഓടിച്ചുവിടും. പക്ഷേ പാവം കൃഷ്ണമ്മക്ക് ഇതൊന്നും അറിയില്ല. അവൾക്ക് അവളെ ഭയങ്കര സ്നേഹമാണ്. ചേച്ചി ചേച്ചിനെ വിളിച്ച് ഇപ്പം ഞാനൊന്നും അല്ല അവളുടെ ചേച്ചി, അവളാ അലീന എന്ന് പറയുന്നുണ്ട്. ഈ വൈജി ആരാന്ന് എല്ലാത്തിനും ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നാൾ ഞാനിവിടുന്ന് മാറിയപ്പോൾ അവൾ എന്താ കരുതിയത് ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലെന്നോ? അതേമേ, മനുവേട്ടനെ വൈജിയ മാഡം ഇങ്ങോട്ടേക്ക് വരുവാമെന്ന് പോകാൻ പറഞ്ഞപ്പോഴേ അവൾ ചോദിക്കുക ഇങ്ങോട്ടോന്നോ. അപ്പം അവളുടെ ഉദ്ദേശം എന്താ? ഇങ്ങോട്ടോന്ന് ചോദിക്കുമ്പം അവളുടെ വീട്ടിലോട്ടൊന്ന് ചോദിക്കുന്ന പോലെയല്ലേ. അവൾക്കിപ്പോൾ ഈ വീട് മൊത്തം വേണം, അധികാരം വേണം. നമ്മൾ പോവാന്നറിഞ്ഞ് അവൾ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇടുത്തിയ പോലത്തെ ഇങ്ങനത്തെ ഒരു ടെസ്റ്റ്. അമ്മേ, ശരിക്കും നമ്മൾ പോവുകയല്ല വേണ്ടത്, ഇവിടെ തന്നെ നിൽക്കുക വേണ്ടത്. അമ്മ പറഞ്ഞത് ശരിയാ. നമ്മളിവിടെ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്ത് അവളിവിടുന്ന് പുറത്താക്കണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ അവളെപ്പോലെ ഒരുത്തിയെ പേടിച്ച് നമ്മളെന്തിനാ അമ്മയെ ഒളിച്ചോടി പോണത്? നമ്മൾ വേറെ വീട്ടിലേക്ക് പോയാലേ അവളിവിടെ അവളുടെ സർവ്വ സ്വാതന്ത്ര്യത്തിന് അഴിഞ്ഞാടി നടക്കും. അച്ഛൻ്റെ മുറിയിലും രോഹിത്തിൻ്റെ മുറിയിലും മാറി മാറി കയറി നടക്കുക. അങ്കിൾമാരെല്ലാം അവൾ വശത്താക്കിയിരിക്കുക. എനിക്കുറപ്പാ അവൾ അച്ഛൻ്റെ മോളൊന്നും ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാ ഞാൻ ആദ്യം മുതൽക്കേ പറയുന്നത്. അവളെ നിന്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയാകാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നവളാ. അല്ലമ്മേ, അവൾക്ക് ഇത്രയ്ക്ക് വയസ്സല്ലേ ഉള്ളൂ. എൻ്റെ പൊന്ന് ബബിതേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾ അനാഥാലയത്തിലെ ഒന്നുമില്ലാതെ വളർന്നവളാ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും തെണ്ടി നടന്നവളാ. ഉടുക്കാൻ തുണിയില്ലാത്തവള്. അവള് ഇങ്ങോട്ടേക്ക് കയറി വന്ന് ഈ സൗകര്യങ്ങളെല്ലാം കണ്ടപ്പോഴേ അവളുടെ കണ്ണ് മഞ്ഞളിച്ചു. സ്വർണ്ണക്കടയും ഹാർഡ്വെയർ ഷോപ്പും തുണിക്കടയുടെയൊക്കെ മുതലാളിയല്ലേ ബാലചന്ദ്രൻ. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു സൗഭാഗ്യം അവൾ വിട്ട് കളയുമോ? ഇന്നോ നാളെയോ 10 വർഷം കഴിഞ്ഞാൽ ബാലനും തട്ടിപ്പോയാലേ പിന്നെ അവൾക്കുള്ളതല്ലേ ഈ സ്വത്തുക്കൾ മുഴുവനും. അതാണ് അവളുടെ ലക്ഷ്യം. നമ്മൾ ഇവിടുന്ന് പുറത്തായ പിന്നെ അവൾക്കായിരിക്കുമല്ലോ സർവ്വതും. എങ്ങനെ പോയാലും അവൾക്കൊരു ഓഹരി കിട്ടിയാ എന്താ കഴിക്കോ? ഇങ്ങനെയുള്ളമാരൊക്കെ പണി ഇപ്പം അത് തന്നെയാ. ആ രേവതിക്കുട്ടിയെ തന്നെ നീ കണ്ടില്ലേ? ജോലിക്കാരിയായിട്ട് ആ വീട്ടിലേക്ക് പോയവളാ. പക്ഷെ ഇപ്പം അവളോടത്തെ ആരാ? അവളെ സ്വന്തം മോളെ പോലെയാ അവർ കാണുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം. ആ രണ്ടുപേർക്കും വേറെ ബാധ്യതകളോ വേറെ മക്കളോ ഒന്നുമില്ല. ഒരു പെങ്കൊച്ചു മാത്രമേ ഉള്ളൂ. പക്ഷേ അതങ്ങനെ വലിയ കാട്ട് വരവോ ഒന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ ആ സ്വത്തിന് പകുതി ഭാഗം അവൾക്ക് കിട്ടില്ലേ? ഇതൊക്കെ ഇവരുടെ പ്രീ പ്ലാനിങ്ങാ. അത് മനസ്സിലാക്കാത്ത കുറെ ഉണ്ണാക്കന്മാർ എന്ന് വൈജ പറയുന്നുണ്ട്. എങ്കിലും എൻ്റെ അമ്മേ, ഈ അങ്കിളുമാരൊക്കെ എന്താ ഇങ്ങനെ മാറിപ്പോയത്? അവരെല്ലാം ഇവളുടെ സൗന്ദര്യം കാണിച്ച് അവൾ മയക്കി വെച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, നീ ആയിരുന്നോ ഈ റൂം യൂസ് ചെയ്തോണ്ടിരുന്നത്? അതെ, അമ്മ പോയതിനു ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് മാറി. മേളിൽ അങ്ങനെ ആരും ഇല്ലായിരുന്നല്ലോ. രോഹിയേട്ടനും ജയിലിൽ പോയ പിന്നെ മേളിൽ അങ്ങനെ അച്ഛൻ മാത്രമേ കിടക്കാറുള്ളായിരുന്നു. പിന്നെ അച്ഛനും ആശുപത്രിയിലായി. അതുകൊണ്ട് പിന്നെ താഴെ മാത്രമായി. ഭവിതയാണ് കൃഷ്ണമോളും അലീനയും കൂടി ഒരു റൂമിലാണ് കിടക്കാറ്. പിന്നെ ഞാനിവിടെ താഴെ മാത്രം ഉള്ളായിരുന്നു, മേളാരും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാണ്. ശരി ശരി, നീ എന്തായാലും മോളിലേക്ക് തന്നെ പോയിക്കോ, ഞാനിവിടെ കിടന്നോളാം. അല്ലമ്മേ, അപ്പം അച്ഛൻ്റെ മുറിയിലേക്ക് അമ്മ പോണില്ലേ? ഞാൻ എന്തിനാടി അയാളുടെ മുറിയിലേക്ക് പോണത്? അയാളെന്ന് പറഞ്ഞതല്ലേ ഇനി അങ്ങോട്ടേക്ക് കയറണ്ടാന്ന്. അയാളുടെ ഭാര്യയില്ലെന്ന് ഞാൻ എന്നെ പറഞ്ഞതല്ലേ. പിന്നെ ഞാൻ എന്തിനാ അയാളുടെ അടുത്തേക്ക് പോണത് എന്ന് ചോദിക്കാണ്. അങ്ങനെ ബബിത അവിടുന്ന് അവളുടെ പുസ്തകവും സാധനവും എല്ലാമൊക്കെ ആയിട്ട് മേളത്തെ മുറിയിലേക്ക് പോവാണ്. ഈ സമയം ഇത് കണ്ടുകൊണ്ട് കൃഷ്ണ ചോദിക്കാണ്, ആഹാ, വീണ്ടും റൂം വെക്കേറ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാണോ? നിനക്ക് എന്തായാലും കുഴപ്പം, ഞാൻ എങ്ങോട്ടേലും പോകും, നീ നിന്റെ കാര്യം നോക്കി പോടി എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോള് അപ്പോഴേക്കും വൈദ്യരുടെ അടുത്തേക്ക് പോവാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? ഞാനെന്തെങ്കിലും എടുത്തോണ്ട് തരണോ? എനിക്കൊന്നും വേണ്ട.
അല്ലമ്മേ, ഞാൻ അമ്മയോട് കിടക്കട്ടെ? രാത്രിയൊക്കെ അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിക്കാനൊക്കെ സഹായിക്കാനായിട്ട് എനിക്ക് ആരെയും സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും തനി നടക്കാനായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് നിന്റെ ആവശ്യമില്ല. നിനക്കിപ്പോൾ അവളാണല്ലോ പ്രിയം, ആലിലെ ചേച്ചി. നീ അങ്ങോട്ട് പോയിക്കോ, അതാ നല്ലത്. എന്നെ കെയർ ചെയ്യാനേ നീ വരണ്ട. അല്ലെങ്കിൽ ഞാനേ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിക്കോളാം. അമ്മേ, ആലിലെ ചേച്ചി ഒരു ഹോം നേഴ്സ് അല്ലേ? നമ്മുടെ വല്യമ്മേനെ പുഷ്പം പോലെ ചേച്ചി നടത്തിച്ചതല്ലേ? പിന്നെ അമ്മ ആ ചേച്ചി നോക്കില്ലേ? ദേ, ആ പേര് പോലും ഇവിടെ പറഞ്ഞേക്കരുത്. എൻ്റെ ആജന്മ ശത്രു അവള്. അവളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാ. അവൾ ഒറ്റയെടുത്തി കാരണ എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. ഇത്രയും കാലം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നത് അവൾ ഒറ്റയെടുത്തി കാരണ. ഇപ്പോൾ എൻ്റെ ആങ്ങളമാർ എന്ന് വഴക്ക് കേട്ടതും ഇവിടെ നാണം കെട്ട് തിരിച്ചു വരേണ്ടി വന്നതും എല്ലാം അവൾ കാരണ. ഈ ജന്മം അവളെ ഞാൻ സ്നേഹിക്കില്ല. അവളെ ഞാൻ വെറുക്കും. ഒരിക്കലും അവളുടെ ശത്രുത മാറില്ല. മരിച്ചാലും അത് മാറില്ല എന്ന് പറയാണ് കൃഷ്ണ. പറയാണ്, അമ്മേ അങ്ങനെയൊന്നും പറയണ്ട. ഒരിക്കൽ ഇതൊക്കെ അമ്മക്ക് തിരുത്തി പറയേണ്ടി വരും. അന്നേ അമ്മ ഒരുപാട് പശ്ചാത്തപിക്കും എന്ന് പറയാണ്. ആര് പശ്ചാത്തപിക്കാൻ? ഞാനോ? ഒരിക്കലുമില്ല. അവളെപ്പോലെ ഒരു നാശം ഈ വീട്ടിലേക്ക് വന്ന് കയറിയ പിന്നെയാ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് സമാധാനത്തോടെ എന്ത് സ്നേഹത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്നവരാ നമ്മൾ 5 പേരും. ആ ഒറ്റയെടുത്തി ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് നീ ഓർക്കുന്നുണ്ടോ? നാശം. എൻ്റെ മകൻ ജയിലിലായി, ഞാൻ ഹോസ്പിറ്റലായി, ബാലചന്ദ്രന് 2 തവണ അറ്റാക്ക് വന്നു. എല്ലാം കൊണ്ടും ഈ വീട് തകർച്ചയുടെ വക്കിലായില്ലേ? ബിസിനസ്സൊക്കെ തകർന്നു. എന്തൊക്കെയാ സംഭവിച്ചെന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ എന്നൊക്കെ ചോദിക്കാണ്. അമ്മേ, അതൊക്കെ അല്ല ചേച്ചി കാരണമല്ല. പിന്നെ ആര് കാരണമാടി? പറ, ആര് കാരണമാ? ഞാൻ കാരണമാണോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ അമ്മയും കാരണക്കാരിയാ. നീ എന്താ പറഞ്ഞിരുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? അമ്മേ, അലിന ചേച്ചി ഇവിടെ വന്നപ്പോൾ ചേച്ചി വെറും ഒരു ഹോം നേഴ്സ് മാത്രമായിരുന്നു. ചേച്ചിയെ വേലക്കാരിയാക്കിയതും ഒരു ശത്രുവിനെ പോലെ കണ്ടതും അമ്മയല്ലേ? അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാണ്. അല്ലടി, നിന്റെ അച്ഛൻ്റെ വെപ്പാട്ടിയെ ഞാൻ കൂടെ നിർത്താം. അവളെ ഞാൻ സ്നേഹിക്കാം. അമ്മേ, എന്ത് വർത്താനേ പറയുന്നേ? ചേച്ചി ആരാന്നാ അമ്മയുടെ വിചാരം? ചേച്ചി അച്ഛൻ്റെ സ്വന്തം മോളാ, സ്വന്തം ചോര. നിനക്കെന്താണ് ഇത്ര ഉറപ്പ്? നിനക്ക് വല്ല തെളിവും കിട്ടിയോ? അത് പിന്നെ എനിക്കറിയാം ചേച്ചി എൻ്റെ ചേച്ചിയാണെന്ന്. അല്ലെങ്കിൽ DNA ടെസ്റ്റ് എടുത്ത് അമ്മ ചെക്ക് ചെയ്ത് നോക്കിക്കോ. എൻ്റെയും ആലിന ചേച്ചിയുടെയും DNA ടെസ്റ്റ് അമ്മയും നോക്ക്. അപ്പം അറിയാലോ. എനിക്കൊരുത്തിനെയും ഒന്നും അറിയണ്ട. അല്ലമ്മേ, ഞാൻ പറഞ്ഞത് സത്യ എന്ന് പറയാണ്. അങ്ങനെയാണ് കുറച്ചു ദിവസത്തിന് ശേഷം രോഹിത് പോയി DNA ടെസ്റ്റ് എടുക്കുന്നതും അതുപോലെ ബാലേന്ദ്രൻ്റെ മോളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതും. മനുവിനെ കൂട്ടിക്കൊണ്ട് രോഹിത് പോയി DNA ടെസ്റ്റ് നടത്തുന്നുണ്ട്. അലീനയുടെയും നമ്മുടെ രോഹിത്തിന് സാമ്പിൾ വെച്ച് ആ ഒരു റിസൾട്ടിൽ അലീന സ്വന്തം ചോരയാണെന്ന് രോഹിത് തിരിച്ചറിയാണ്. അപ്പോൾ രോഹിത് കരുതുന്നത് അമ്മയുടെ മകളല്ല അച്ഛൻ്റെ മകളാണെന്നുള്ള കാര്യം രോഹിത് തിരിച്ചറിയാണ്. അതോടുകൂടി രോഹിത്തിന് അലീനോടുള്ള ദേഷ്യമൊക്കെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു റിസൾട്ട് റൂമിൽ നിന്നും നമ്മുടെ വൈജയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ്റെ സ്വന്തം മകളാണ് അലീന എന്ന കാര്യം മനസ്സിലാക്കുകയാണ്. രണ്ടുപേരും ഒരേ ചോരയാണെന്നുള്ള റിസൾട്ട് അവൾ കാണുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ശരിക്കും അച്ഛനും മകളുമാണെന്ന് വൈജി വിശ്വസിക്കുകയാണ്. പക്ഷേ അലീനുള്ളതിന് ദേഷ്യം മാറാത്തതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളെ പുറത്ത് കടിക്കണമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ ഇവളെ എങ്ങനെയെങ്കിലും ഒരു കള്ളിയാക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് ചിന്തയോടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതിക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അലീന എറണാകുളത്തേക്ക് പോവാണ്. മാമച്ചന് തീരെ സുഖമില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പം മാമച്ചനെ ഒന്ന് കാണാനായിട്ട് അലീനയും അതുപോലെ ബാലചന്ദ്രനും കൂടിയിട്ട് രാവിലെ തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയം കൃഷ്ണമോള് ഒരുങ്ങി സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വൈദ്യ ചോദിക്കുന്നുണ്ട്, അല്ലടി നിന്റെ അച്ഛന് ഇതെന്തിൻ്റെ വട്ടാ? അവളെയും കൂട്ടിക്കൊണ്ട് എന്തിനാ അയാൾ വെറുതെ എറണാകുളത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്നത്? അവരോട് അറിഞ്ഞ് നാണക്കേടാക്കാനാണോ? അമ്മേ, അവർക്കറിയാം. കാരണം രേവതി ചേച്ചിക്ക് എല്ലാം അറിയാലോ. അച്ഛൻ്റെ മകളാണ് അലിന ചേച്ചി എന്നുള്ള കാര്യം അവർക്കെല്ലാം നേരത്തെ അറിയാം. ഓഹോ, അപ്പം എല്ലാവർക്കും അറിയാലേ? എല്ലാവരുടെ മുമ്പിൽ ഞാൻ അയാളുടെ 2ാം ഭാര്യയല്ലേ എന്ന് ചോദിക്കാണ്. അമ്മയുടെ ചിന്താഗതി ആദ്യം മാറ്റാൻ നോക്ക്. എന്തൊക്കെയാണെങ്കിലും 23 വയസ്സായി ചേച്ചിക്ക്. ഇത്രയും കാലം ആർക്കൊരു ശല്യത്തിന് വന്നിട്ടില്ല. ഇപ്പോൾ സ്വന്തങ്ങളെ തേടി വന്നതല്ലേമ്മേ. ഇവിടെ നമുക്ക് സ്വത്തിനോ മറ്റെന്തിനോ എന്തെങ്കിലും കുറവുണ്ടോ? പിന്നെ ചേച്ചിയെ കൂടെ നോക്കിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. നീ മിണ്ടാൻ്റെ മുമ്പിൽ നിന്ന് പോടി എന്ന് പറയുമ്പോഴേക്കും ഞാനൊന്നും പറയാനില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടുന്ന് സ്കൂളിലേക്ക് പോവാണ്. ഈ സമയം രോഹിത്ത് മുറിയിൽ തന്നെ ഇരിപ്പായിരിക്കും കേട്ടോ. അവൻ്റെ പുസ്തകമൊക്കെ എടുത്ത് നോക്കുകയും ആ ഒരു രീതിക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്.
അലീന കൊടുത്ത ആ ഒരു ധൈര്യത്തിൽ അവൻ പഠിക്കാനൊക്കെ തീരുമാനിക്കുകയാണ്. പക്ഷെ ബബിത പഴയതുപോലെ ഫോണിൽ ഞൊണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് വൈജി ചോദിക്കുകയാണ്, അല്ല കൃഷ്ണമോൾ ഒരുങ്ങി സ്കൂളിലേക്ക് പോകുന്നത് നീ കണ്ടില്ലേ? രോഹിത് ആണെങ്കിലും മുറിയിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. നീ ഏത് നേരം ഈ ഫോണും കുത്തിപ്പിടിച്ചോണ്ടിരുന്നോ? അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ ഈ വർഷം ഞാൻ കോളേജിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് ഇയർ പൊക്കോളാം, അതും വേറെ ഏതെങ്കിലും കോളേജിലേക്ക്. നീ എന്തിനാടി ഒരു വർഷം കളയുന്നത്? ഒരു വയസ്സല്ലേ വെറുതെ പോണത്? അമ്മേ, അമ്മയ്ക്ക് അറിയാലോ രോഹിതന്റെ കാര്യം. കോളേജ് മൊത്തം അറിഞ്ഞു. അവൾക്കത് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട്. പിള്ളേരെല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കും. അതുകൊണ്ട് ഞാൻ പോണില്ല. ഞാൻ ഇവിടെ കാണാൻ മര്യാദയ്ക്ക് ഇരുന്നോളാം. അടുത്ത വർഷം വേറെ ഏതെങ്കിലും ഒരു കോളേജിലേക്ക് ഞാനും പോകാൻ പോവാ. അമ്മ അറിഞ്ഞില്ലേ, രഞ്ജുവിനെയും ഹോസ്റ്റലിലെ പിള്ളേരെല്ലാം കളിയാക്കും കുത്തുവാക്കും പ്രശ്നമൊക്കെ ആയിട്ട് അവളും തിരികെ വരാൻ പോവാന്ന്. പിന്നെ ഞാനും അങ്ങനെ പോയി നിൽക്കുന്നത്? അമ്മയ്ക്ക് കുറച്ചെങ്കിലും സെൻസ് വേണ്ടേ എന്ന് ചോദിക്കാണ്. അല്ലടി, ഇവിടൊക്കെ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നള്ളി പോയല്ലോ മഹാറാണി രാജാവിനെയും കൊണ്ട്. ഇപ്പം എല്ലാം തിന്നാൻ കാണുമോ? ആ, അതൊക്കെ രാവിലെ എഴുന്നേറ്റ് റെഡിയാക്കിയിട്ടാ പോണത്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഉച്ചയൂണിനുള്ള എല്ലാം റെഡിയാക്കിയിട്ടാ പോയത്. വൈകുന്നേരം തന്നെ തിരിച്ചിരുന്ന് പറഞ്ഞിട്ടാ പോയത് എന്ന് പറയാണ്. വൈജ പോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. കൂടെ അവളും പോയിന്ന് കഴിക്കാണ് ബബിതയും. അതിനുശേഷം അടുക്കളയിലേക്ക് പോയിട്ട് വൈജ എല്ലാം ഒന്ന് നോക്കിക്കാണുകയാണ്. പണ്ട് താൻ വെച്ചിരുന്നാലും വളരെ വൃത്തിയായിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടും കിച്ചണൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ട് അവൾ ശരിക്കും ഒന്ന് നന്നായി ഷോക്കാവുന്നുണ്ട്. പോയി നോക്കുമ്പോൾ ഉച്ചക്കത്തേനുള്ള ചാറുകറി, മോര്, അതുപോലെ പപ്പടം, പിന്നെ തോരൻ, അതുപോലെ മീൻ കറി, മീൻ വറുത്തത് എല്ലാം റെഡിയാക്കി അടച്ചു വെച്ചിരിക്കുകയാണ്. ചോറും സഹിതം എല്ലാം വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ള സഹിതം തിളപ്പിച്ചിട്ടുണ്ട് അലീന പോയത്. ഇത്രയും രാവിലെ എഴുന്നേറ്റ് ഇത്രയൊക്കെ അവൾ എങ്ങനെ ചെയ്യുന്നു? ഇതൊക്കെ കൊണ്ടായിരിക്കും അവളെ ആളുകൾ കയ്യിലെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജ റൂമിലേക്ക് പോവാണ്. ഈ ഒരു സമയത്ത് കൃഷ്ണ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അമ്മ ഇതെല്ലാം തിരിച്ചു പറയുന്ന തെളിവുകളൊക്കെ കിട്ടിയെന്ന്. അപ്പോൾ അലീനയുടെ മുറിയിൽ എന്തെങ്കിലും തെളിവുകൾ കാണുമോ? ഒന്ന് പരിശോധിച്ച് നോക്കാം. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ നേരെ അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. തൊട്ട് തലേ ദിവസം തന്നെ ഈ ഒരു ഡീൻഡസ്റ്റിന്റെ കാര്യം അറിഞ്ഞപ്പോൾ വൈജ അവളോട് ചോദിക്കുമ്പോൾ നമ്മുടെ അലീനയുടെ മുഖം ഒന്ന് മാറിയിരുന്നു. എന്തോ ഒരു വെപ്രാളം പിടിച്ച മുഖം പോലെയായിരുന്നു അവളുടേത്. അപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് വൈജ മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് ഒരു കള്ളലക്ഷണവും വൈജ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്തേക്കാന്ന് കരുതുന്നുണ്ട്. ബബിത ഈ സമയം ഫോണുമായിട്ട് അവളുടെ മുറിയിൽ പോയി കഥ അടിച്ച് ലോക്ക് ചെയ്തു. രോഹിത് ആണെങ്കിലോ രാവിലെ അതിനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് പോയത്. അതും കഴിച്ച് അവന് മുറി കിടക്കാണ്. ആരില്ലാത്തതുകൊണ്ട് തന്നെ വൈജ ധൈര്യപൂർവ്വം അലീനയുടെ മുറിയിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കയറി ആ മുറിയിലേക്ക് കയറിയിട്ട് എല്ലായിടും ഒന്ന് നോക്കി കാണുന്നുണ്ട്. അങ്ങനെ ആ അലമാര തുറക്കാണ്. അതിലാണ് അലീനയുടെ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ. അലമാര തുറക്കുമ്പോൾ തന്നെ പ്രജിത്താമ്മയുടെ ഒരു ഫോട്ടോയാണ് കാണുന്നത്. അതെടുത്ത് നോക്കിയിട്ട് നാശം പഠിച്ച സ്ത്രീ ഇവർ കാരണമല്ലേ ഇപ്പം ഇതെല്ലാം ഉണ്ടായത് എന്ന് ഓർക്കാണ്. അങ്ങനെ നോക്കുമ്പം അവളുടെ കുറച്ച് ഡ്രസ്സുകളും ബാക്കി ഇങ്ങനെ വേറൊന്നുമില്ല കേട്ടോ. കുറച്ച് ഡ്രസ്സുകൾ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് കുരിശുമാല അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അതിനിടയിലായിട്ട് അവളൊരു ഡയറി കാണുന്നുണ്ട്. അങ്ങനെ ഡയറി എടുത്ത് തുറന്നു നോക്കുമ്പം പ്രജിത്താമ്മയും രേവതിക്കുട്ടിയും ഇവളും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ സ്നേഹനികേതത്തിലുള്ള പല പല ആളുകളുടെ കൂടെ നിന്നുള്ള ഫോട്ടോസ്, അവിടുത്തെ അന്നദാനത്തിൻ്റെ ഫോട്ടോസ്, അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ആ ഡയറിയിൽ കാണുകയാണ്. അങ്ങനെ ഡയറി മറിച്ച് നോക്കുമ്പം അതിലൊരു ഫോട്ടോ കണ്ട് വൈജ ഞെട്ടിപ്പോകുന്നുണ്ട്. തുടക്കത്തിലെ പ്രോമോയിൽ കാണിച്ചിരുന്ന പോലെ വൈജയും ബാലേന്ദ്രനും 3 മക്കളും. അതിനിടയിലേക്ക് അവളുടെ ഫോട്ടോ കൂടി ഫോട്ടോഷോപ്പ് ചെയ്ത് കയറ്റി വെച്ച് പുതിയൊരു ഫോട്ടോയാക്കി നിർമ്മിച്ചിരിക്കുകയാണ് അലീന. അതും വൈജയുടെ തൊട്ടിൽ നിൽക്കുന്ന പോലെ. ഈ നാശം പിടിച്ചോൾ എന്തിനാ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഇതുപോലെ ഇടിച്ചു കയറി ഫോട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ അവള് പണ്ടേ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ എന്നാലോചിക്കാണ്. അതിനുശേഷം വീണ്ടും മറിച്ച് നോക്കുമ്പം വൈജയുടെയും അവളുടെയും മാത്രമായിട്ടുള്ള ഫോട്ടോസ് കാണുന്നുണ്ട്. ഇവളെന്തിനാ എൻ്റെ ഫോട്ടോ ഇവളുടെ കൂടെ കയറ്റി മോർഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അഹങ്കാരി, ഇനി എന്തൊക്കെ കാണണോ എന്തോ. ഇതുപോലെ ആയിരിക്കും ബാലേന്ദ്രനെയും ഓരോന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറിച്ച് നോക്കുകയാണ്. അതിൽ നിന്നും ഒരു ഫോട്ടോ കണ്ട് നമ്മുടെ വൈദ്യ ഞെട്ടിപ്പോവാണ്. അലീനയുടെ കുട്ടിക്കാലത്ത് ഒരു ഫോട്ടോ കാണിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാൻലിയുടെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. സ്റ്റാൻലിയുടെ അല്ല, നമ്മുടെ അലീനയും ബാലേന്ദ്രനുമായിട്ടുള്ള ഒരു ഫോട്ടോ കാണുകയാണ്. അതായത് വലിപ്പത്തിലുള്ള വലുതായപ്പോഴുള്ള ഫോട്ടോ കേട്ടോ. അപ്പോൾ അത് കണ്ട് വൈജി ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ കാണിച്ചായിരിക്കുമോ അവളിങ്ങനെ എല്ലാവരെയും മയക്കി എടുത്തിരിക്കുക എന്നൊക്കെ ഓർക്കുന്നുണ്ട്.
അങ്ങനെ ഡയറി മറിച്ച് നോക്കുമ്പം വൈജയുടെ അഡ്രസ്സ് കാണുകയാണ്. അങ്ങനെ വീണ്ടും ആ ഡയറിക്കകത്ത് വേറൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഡയറി അവൾ തിരികെ വെക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം കുഞ്ഞുറയിലായിട്ട് വേറൊരു ഡയറി കൂടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഇനി ഇതിലെന്തൊക്കെയാണ് അവൾ ഒളിച്ചു വെച്ചിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വൈജ ആ ഡയറി എടുക്കാണ്. അങ്ങനെ ഡയറി എടുത്ത് തുറന്നു നോക്കുമ്പം അലീനയുടെ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. താൻ എങ്ങനെയാണ് സ്നേഹനികേതത്തിലേക്ക് വന്നത് എന്ന കഥ മുഴുവൻ എഴുതിയിട്ടുണ്ട്. അതായത് എൻ്റെ അമ്മ വൈജയാണ്. എല്ലാവരും കരുതിയത് പോലെ എൻ്റെ അച്ഛൻ്റെ മകളല്ല ഞാൻ, ബാലേന്ദ്രൻ്റെ അച്ഛൻ്റെ മകളല്ല, ഞാൻ സ്റ്റാൻലിയുടെയും വൈജയുടെ മകളാണ് എന്ന് എഴുതിയത് കണ്ട് അവൾ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. സ്റ്റാൻലിയോ എന്ന് ഓർക്കാണ്. അവള് നെഞ്ചിലൊരു ഇടിപ്പ് പോലെ തോന്നിയിട്ട് കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഭാഗം വായിക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ അമ്മയും അച്ഛനുമായിട്ട് ആഗ്രയിൽ വെച്ചുള്ള പ്രണയത്തിലുണ്ടായതാണ് ഞാനെന്നും അച്ഛൻ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അമ്മ വന്ന് എന്നെ പ്രസവിച്ചു. പക്ഷേ ഞാൻ മരിച്ചു പോയിന്നാണ് അമ്മയോട് മുത്തശ്ശനൊക്കെ പറഞ്ഞത്. അങ്ങനെ അമ്മ മറ്റൊരു വിവാഹത്തിന് തയ്യാറായി. അതാണ് ഇപ്പോഴത്തെ അച്ഛൻ. അങ്ങനെ എന്നെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു. 23 വർഷങ്ങൾക്ക് ശേഷം പ്രജിത്താമ്മ ആ സത്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അമ്മയെ കാണാനായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ സംഭവിച്ചെല്ലാം മറിച്ചായിരുന്നു എന്നൊക്കെ എഴുതിയിരിക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ ഈ സത്യം അറിഞ്ഞുള്ള കാര്യമല്ലാതെ ആ ഒരു നെടുമ്പുരക്കൽ വീട്ടിലേക്ക് വന്ന് കയറുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങളും അവൾ എഴുതിയിട്ടുണ്ട്. താൻ സ്റ്റാൻലിയുടെയും വൈദ്യരുടെ മകളാണെന്നും എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടതെന്നും അതുപോലെ വൈദ്യർ അച്ഛൻ കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണെന്നും അവൾ ഒരിക്കലും മരിച്ചു പോയിട്ടില്ല, ആ കുട്ടി അനാഥാലയത്തിൽ വളരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആലീന എഴുതിയിട്ടുണ്ട്. തൻ്റെ സ്വന്തം അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നുള്ള സംഭവം വരെ അവൾ എഴുതിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിനുശേഷമുള്ള കഥകളൊന്നും എഴുതിയിട്ടില്ല. അതായത് നെടുമ്പുരക്കൽ വന്നതിന് ശേഷം ബാലേന്ദ്രൻ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞുവെന്നും അതുപോലെ ആങ്ങളമാരെല്ലാം അറിഞ്ഞുവെന്നും പിന്നെ കൃഷ്ണ അറിഞ്ഞുവെന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എഴുതിയിട്ടില്ല. അതുവരെ മാത്രം എഴുതി അവൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ഇത് കണ്ട് അവൾ ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ അലീന എൻ്റെ മകളാണോ, അപ്പോൾ അച്ഛൻ എന്നെ പറ്റിച്ചതാണോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അവൾ വിങ്ങിപ്പൊട്ടി കരയാണ്. എന്നിട്ട് അവൾ ആ ഫോട്ടോസ് എല്ലാം വീണ്ടും നോക്കാണ്. അപ്പോൾ അലീന തൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന പോലെയാണ് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വൈജ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെയാണ് അവളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണും തോറും വൈജയുടെ മനസ്സിൽ ഒരിടത്തി പോലെ തോന്നുകയാണ്. അപ്പോൾ അലീന തൻ്റെ സ്വന്തം മകളാണോ എന്ന് ഓർക്കാണ് കേട്ടോ. ഈ സത്യം കാണാം ബാലചന്ദ്രൻ അറിഞ്ഞു കാണുമോ? അപ്പോൾ അവളുടെ മനസ്സിൽ വേറെ കൺഫ്യൂഷൻ കൂടി വരുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ബാലചന്ദ്രൻ ഇവളാണ് മകളെന്ന് ഓർത്തത്? അപ്പോൾ നമ്മുടെ വൈജയ്ക്ക് ഒരു സംശയം തോന്നുകയാണ്. ഒരുപക്ഷെ തൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അലീന സ്വന്തം മകളാണെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ. പക്ഷെ അത് നേരെ ഇനി ബാലേന്ദ്രന്റെ തലയിലേക്ക് ഇട്ടതാണോ എന്ന് ഓർക്കുന്നുണ്ട്. സ്വന്തം മകളെ രക്ഷിക്കാനായിട്ട് മരുമോന്റെ തലയിലേക്ക് ആ കുറ്റം ഇട്ടതാണോ എന്നൊക്കെ ഓർക്കാണ്. കാരണം ബാലേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് താനൊരു പെൺകുട്ടിയുടെ ഇഷ്ടത്തിലായിരുന്നു, പക്ഷെ അവൾ ഗർഭിണിയായതോ കുഞ്ഞ് പ്രസവിച്ചതോ മരിച്ചുപോയതോ ഒന്നും അനാഥാലയത്തിലാക്കിയതൊന്നും താൻ അറിഞ്ഞിട്ടില്ല എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ അച്ഛൻ ബാലേന്ദ്രനെ പറ്റിച്ചതായിരിക്കുമോ എന്ന് ഓർക്കുന്നുണ്ട്. എന്തൊക്കെയായാലും തന്റെ മകളാണ് അലീന എന്ന് മനസ്സിലാക്കിയതോട്ട് നമ്മുടെ വൈദ്യരുടെ മനസ്സിൽ കുറ്റബോധം അരച്ചു കയറുന്നുണ്ട്. ഇങ്ങനെയൊന്നും താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഓർക്കാണ്. അവൾ മരിക്കാൻ വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിച്ചു. അവളെ തട്ടിക്കൊണ്ടുപോയപ്പോ ഒരുപാട് സന്തോഷിച്ചു. അവളെ പോലീസ് ഓടിച്ചപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. അവളുടെ കവളത്തടിച്ചു. അവൾ ഒരുപാട് ഉപദ്രവിച്ചു. ശരിക്കും എന്റെ മകളാണോ അത്? ഈ വീട്ടിലെ സർവ്വ ജോലികളും ചെയ്ത് ഒരു ജോലിക്കാരിയെ പോലെ നിൽക്കുക അവള്. ഉണ്ണാനും ഉടുക്കാനും ഒന്നുമില്ലാതെ ഒരു അനാഥാലയത്തിൽ ജീവിച്ചു വളർന്ന് എന്റെ മോളാണോ അത് എന്നൊക്കെ ഓർത്ത് വായിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷെ ഈ വിവരം വീട്ടിലാരും അറിയാൻ പാടില്ലല്ലോ. തന്റെ ഉള്ളിനുള്ളിൽ തന്നെ ഒതുക്കി വെക്കണമല്ലോ. ഇനി മുമ്പോട്ട് എന്ത് ചെയ്യും? ബാലചന്ദ്രൻ അങ്ങനെ സത്യം അറിഞ്ഞ എല്ലാം അവസാനിച്ചില്ലേ എന്നൊക്കെ ഓർത്ത് വൈജ ആകെപ്പാടെ വെപ്രളം പിടിക്കുകയാണ്. എന്നിട്ട് വൈജ ഓർക്കുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ ഈ കാര്യം എങ്ങനെ അവളോട് ചോദിക്കും? എന്റെ മകളാണോ നീന്ന് ഞാൻ എങ്ങനെ ചോദിച്ച് മനസ്സിലാക്കും? എന്തായാലും DNA ടെസ്റ്റില് രോഹിത്തിന്റെയും അലീനയുടെയും സാമ്പിൾസ് എല്ലാം സെയിം ആണ്, ഒരേ ചോരയാണെന്ന് മനസ്സിലാക്കി. അപ്പോ അലീന ഈ എഴുതിയേക്കുന്നൊക്കെ സത്യമാണോ എന്ന് ഇവക്ക് അറിയണമല്ലോ. ഒരുപക്ഷെ ബാലചന്ദ്രന്റെ മകളാണോ ഡയറിൽ ചുമ്മാ എഴുതിയതാണോ എന്ന് അവൾക്കൊരു സംശയം തോന്നുകയാണ്. ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷിയായ അച്ഛൻ മരിച്ചുപോയി, ഇനിയിപ്പോ ആരോട് ചോദിക്കും എന്ന് ഓർക്കുന്നുണ്ട്. അപ്പോ വൈദ്യൊരു കാര്യം തീരുമാനിക്കുകയാണ്, തന്റെയും അലീനയുടെയും DNA ടെസ്റ്റ് എടുക്കുക. കാരണം അതാവുമ്പോ ബാലചന്ദ്രന്റെ ആണോ അത് തന്റെ മകളാണോ അലീന എന്ന് തനിക്കറിയാമല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. നമ്മുടെ വൈദ്യുതി മനസ്സിൽ വീണ്ടും ഒരു സംശയം വരുന്നത് സ്റ്റാൻലിയെ കുറിച്ച് ഇവൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ്.
കാരണം സ്റ്റാൻലിയുടെ വൈദ്യരുടെ മകളാണെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആഗ്രയിൽ വെച്ചുണ്ടായ എല്ലാ കഥകളും അവൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാലചന്ദ്രനെ വിവാഹം കഴിക്കുന്നതും എവിടെയാണ് താൻ പ്രസവിച്ചുപേക്ഷിച്ചതെന്നും എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആലിന എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വൈദ്യരുടെ മനസ്സിലേക്ക് കിടന്ന് പോകുകയാണ്. അങ്ങനെ വൈദ്യ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. ടേബിളിൽ നോക്കിയപ്പോൾ അവളുടെ കുറച്ച് ഹെയർ കിടക്കുന്നു. അങ്ങനെ അതവൾ പാക്ക് ചെയ്യാണ്. അതിനുശേഷം വൈദ്യയുടെ സാമ്പിൾസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ അറിയാവുന്ന അവളുടെ ഒരു പരിചയക്കാരിയായ ഒരു ഫ്രണ്ട് ആ ഒരു റിസർച്ചിങ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെ വൈദ്യ അവിടെ നിന്ന് ടാക്സി വിളിക്കുകയാണ്. എന്നിട്ട് ബബിതയെ വിളിച്ചിട്ട് ഞാൻ അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോവാണെന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് അവൾ കയറിപ്പോയി. ഡോറ് ക്ലോസ് ചെയ്തിട്ട് വൈദ്യ നേരെ ആ ഒരു റിസർച്ചിങ് സെൻറ്ററിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് തൻ്റെ കൂട്ടുകാരിയോട് ദേ ഈ ഒരു DNA ടെസ്റ്റ് എടുത്ത് തരണമെന്ന് പറയുമ്പോൾ അയ്യോ അതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, 2 ദിവസമെങ്കിലും താമസം എടുക്കും. എത്ര ദിവസം താമസിച്ചാലും സാരമില്ല, എനിക്കിത് അറിഞ്ഞേ പറ്റുള്ളൂ, എൻ്റെ ജീവിത പ്രശ്നമാണെന്ന് പറയുമ്പം എന്താ വൈജയ് എന്തൊക്കെയോ പ്രശ്നമൊക്കെ ആണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. രോഹിത് ജയിലിൽ നിന്ന് വന്നല്ലേ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? അതൊക്കെ ഞാൻ പറയാം, അതിനൊക്കെ സമയമുണ്ടല്ലോ, നീ ഇതൊന്ന് നോക്കിത്താ. എങ്ങനെയാണെങ്കിലും 2 ദിവസം താമസം വരും. പിന്നെ ഇതൊക്കെ ലീഗലായിട്ട് ചെയ്യേണ്ടതല്ലേ? ഒന്നും സാരില്ല, നീ എന്ത് ചെയ്യണമെന്നോ ചെയ്തു വെച്ചാ, എത്ര രൂപയാണെങ്കിലും ഞാൻ തരാം, എനിക്ക് അത്യാവശ്യമായ കാര്യമാണ് എന്ന് പറയുമ്പം ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അതും കൊണ്ട് പോവാണ്. വൈജ തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്ന് വൈകുന്നേരം അലീനയും അതുപോലെ ബാലചന്ദ്രനും തിരികെ വരുന്നുണ്ട്. അലീനയെ കാണുമ്പോൾ വൈജയ്ക്ക് തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ട്. ഇനിയൊരു പക്ഷേ ഇവള് എൻ്റെ മകൾ തന്നെ ആയിരിക്കുമോ എന്ന് ഓർക്കാണ്. അതിന് സാധ്യതയൊന്നുമില്ല എന്ന് വീണ്ടും അവൾ സ്വയമേ പറയാണ്. അങ്ങനെ 2 ദിവസത്തേക്കിന് വൈജ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അലീനനെ ഓരോ മൂമെൻറ്റ്സും വാച്ചിയാണ്. അങ്ങനെ ആ 2 ദിവസം കടന്നു പോകുന്നുണ്ട്. കൂട്ടുകാരിയാണെങ്കിൽ വിളിച്ചിട്ട് റിസൾട്ട് റെഡിയായി, നീ വന്ന് കളക്ട് ചെയ്യുമോ, ഞാൻ അങ്ങോട്ട് വരണമെന്ന് ചോദിക്കുമ്പം വേണ്ട വേണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജ ആ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് ആ റിസർച്ചിങ് സെൻ്ററിലേക്ക് ലാബിലേക്ക് പോവാണ്. അവിടെ ചെന്നതിന് ശേഷം അല്ല ഇത് 6 സാമ്പിളാ, രണ്ടും സെയിം ആണല്ലോ, സെയിം ആണോ എന്ന് ചോദിക്കുകയാണ്. അതെ നീ വായിച്ചു നോക്ക്. അങ്ങനെ റിസൾട്ട് തുറന്ന് നോക്കുമ്പം 2 പേരുടെയും ഒരേ DNA ആണ്, 100% മാച്ചാ. ഇതാരാ എന്ന് ചോദിക്കുകയാണ്. അപ്പം അതൊക്കെയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് അച്ഛൻ്റെയോ മകളുടെയോ അല്ലെ അമ്മയുടെയോ മകളുടെയോ അങ്ങനെ അറിയുടെ DNA ടെസ്റ്റ് ആണല്ലോ, എന്താണേലും അത് മാച്ചാ. അല്ല ഇതിപ്പോൾ എൻ്റെയും എൻ്റെ മകളുടെ ആണെങ്കിൽ എൻ്റെ സ്വന്തം മകളാണെന്നാണ് അർത്ഥം. പിന്നെ അല്ലാതെ എന്താ വൈജ നീ പൊട്ടിയാണോ? 100% മാച്ചെന്ന് പറയുമ്പം ഇപ്പം നിൻ്റെ കുട്ടിയുടെ സാമ്പിളാണെങ്കിലേ നീ പ്രസവിച്ച നിൻ്റെ സ്വന്തം കുട്ടിയാത് എന്ന് പറയുന്നുണ്ട്. എന്താ വൈജ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം ആ ഒരു ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. നിനക്കറിയാലോ പണ്ട് സ്റ്റാൻലി മഞ്ഞ പ്രണയത്തിലാണെന്ന കാര്യമൊക്കെ. അന്ന് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ കരുതത്, പക്ഷെ ആ കുട്ടി മരിച്ചിട്ടില്ല. ആ കുട്ടി അനാഥാലയത്തിലുണ്ടായിരുന്നു. 10-23 വർഷത്തിന് ശേഷമേ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുക. കൊള്ളാലോ, ഇതൊരു സീരിയൽ കഥ പോലെ ഉണ്ടല്ലോ. 23 വർഷത്തിന് ശേഷം അമ്മയെ കാണാൻ വേണ്ടി മകള് വരുന്നു. കൊള്ളാം, നല്ല ട്വിസ്റ്റ്. നീ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞോ എന്നെ ചങ്കിടിക്കുക. എൻ്റെ സ്വന്തം മോൾ എൻ്റെ കൂടെയുള്ളതെന്നറിയാതെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ ആ പാവത്തിലെ കിടന്ന് ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, നിനക്കറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല അപ്പോൾ ആ കുട്ടിയുടെ പേരെന്താ? അലീന. എൻ്റെ വീട്ടിൽ ഹോം നേഴ്സായിട്ട് വന്നതാ. കൊണ്ടുവന്നാട്ടെ എൻ്റെ അച്ഛൻ. എല്ലാത്തിനും പിന്നിൽ കളിച്ചത് എൻ്റെ അച്ഛനാ. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരിക. എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞ് ഞാൻ എന്തുമാത്രം മാനസികമായി ബുദ്ധിമുട്ടിയെന്ന് നിനക്കറിയാമല്ലോ. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഡിപ്രഷനിലായി ഞാനൊരു മുറിക്കകത്തതിനെ എത്ര മാസം ഇരുന്നെന്ന് നീ ഓർക്കുന്നില്ലേ? അത് കണ്ടിട്ടെങ്കിലും എൻ്റെ അച്ഛൻ എനിക്കും തരായിരുന്നു എൻ്റെ കുഞ്ഞിനെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നിട്ട് എൻ്റെ പാവം മോള് എൻ്റെ പാല് കുടിച്ച് എൻ്റെ ചൂറിട്ട് വളരണ്ട എൻ്റെ കുഞ്ഞ് ഒരു അനാഥാലയത്തിൽ ആരുടെയോ കൈപ്പുണ്യം കൊണ്ട് ഉടുക്കാനും ഇല്ലാതെ ഉണ്ണാനും ഇല്ലാതെ അവിടെ കിടന്ന് വളർന്നു. കണ്ട വീട്ടിലൊക്കെ കൈ നീട്ടി നടക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാം എൻ്റെ അച്ഛൻ ഒറ്റടുത്തും കാരണം. ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കുത്തിനോടിച്ച് ചോദിച്ചേനെ എന്തിനാ എന്നോട് ചതി ചെയ്തേന്ന്. അപ്പോൾ ശരിക്കും അലീന എൻ്റെ കുട്ടിയല്ലേ? അതെ, നീ പ്രസവിച്ച നിന്റെ സ്വന്തം ചോരയാ അലീന. ഈ DNA റിസൾട്ടിൽ അങ്ങനെ കാണിക്കുന്നേ. അത് കേൾക്കുമ്പം വൈജിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ ആവുന്നുണ്ട്. തൻ്റെ സ്വന്തം മകളെയാണല്ലോ ഇത്രയും കാലം താൻ ദ്രോഹിച്ചെന്ന് ഓർക്കുമ്പോൾ അവളുടെ ചങ്ക് പിടഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ ഇത്രയും കാലം താൻ ചേർത്ത് വളർത്തണ്ട, താനിങ്ങനെ പാലൂട്ടി വളർത്തണ്ട തൻ്റെ മകള് വല്ല അനാഥാലയത്തിലും പോയിട്ട് വല്ലവരും കൊണ്ടുതരുന്ന ഭക്ഷണത്തോണ്ട് കാത്തു നിന്ന കാര്യമൊക്കെ ഓർക്കുമ്പം അവളുടെ ചങ്ക് പിടയാണ്.
അല്ല, ഇനിയിപ്പോൾ എന്താ തീരുമാനം? നിന്റെ ഹസ്ബൻഡിന് ഈ കാര്യമല്ല അറിയോ? അതാ എനിക്ക് സംശയം. ഞാൻ പറഞ്ഞല്ലോ, ബാലചന്ദ്രൻ്റെ മകളാണെന്നാ ബാലേന്ദ്രൻ പറയുന്നത്. ഇനിയൊരു പക്ഷേ അതിലും എൻ്റെ അച്ഛൻ്റെ കൈകടത്തിലുണ്ടെന്ന് അറിയില്ല കേട്ടോ. അച്ഛനിങ്ങനെ എന്തൊക്കെയോ കള്ളത്തുകൾ കാണിച്ചിട്ടുണ്ട്. അതിലിനി ഇത് ഉൾപ്പെടുമോയെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോവാ അറിയില്ല. എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോട്ടെ. അതിനുശേഷം എനിക്ക് അമ്മയൊന്ന് കാണാൻ പോകണം. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ. അച്ഛൻ മരിച്ചു പോയല്ലോ, ഇനി അത് കണ്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല, കുറേ അന്വേഷണങ്ങൾ വേണം. ഒരേ കാര്യത്തിന് എനിക്ക് ക്ലാരിറ്റി വേണം. അതിനുശേഷം മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവുള്ളൂ. വൈജയ് സൂക്ഷിക്കണം. ആ കുട്ടിയുടെയും നിൻ്റെയും ലൈഫ് തകരരുത്, ആ ഒരു ഓർമ്മ വേണം എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ കുട്ടികളെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇത്രയും കാലം അയാളുടെ കുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ടല്ലേ നീ അയാളെ ദ്രോഹിച്ചത്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ് നീ അയാളെ ദ്രോഹിക്കും? അയാളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. അയാൾ സ്വന്തം മകളെപ്പോലെ ഇപ്പോൾ അലിനെ സ്നേഹിക്കുക. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അതാടി എനിക്ക് മനസ്സിലാവാത്തേ. അങ്ങനെയാണെങ്കിൽ അയാൾ അറിഞ്ഞു കാണുമോ എൻ്റെ മകളാണെന്ന്? അതിന് ചാൻസ് ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അയാളുടെ മകളാണെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ്റെ എന്തെങ്കിലും കള്ളക്കളി ഇതിനിടയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇതിനെക്കുറിച്ച് ശരിക്കൊന്ന് പഠിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ താൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള കാര്യം ആ ഫ്രണ്ടിനെ മാത്രമേ വൈജ അറിയിക്കുന്നുള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞ് അലീനെ കാണുമ്പം അവളുടെ മനസ്സിലുള്ള സ്നേഹം അണപൊട്ടി ഒഴുകുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളത് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മൊടുക്കണമെന്ന് തോന്നുകയാണ്. പക്ഷേ ആരെ മുമ്പിൽ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മിണ്ടാതെ അവൾ മുറിലേക്ക് കയറിപ്പോയി കതക് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. തൻ്റെ മകളെ ഇത്രയും കാലം താൻ മിസ് ചെയ്തത് ഓർത്ത് അവളോടൊന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.